നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ എഴുന്നേറ്റ് നിന്നത്. ഈ സമ്മേളനത്തിന് സ്വാഗതം ആശംസിച്ച സമ്മേളനത്തിന്റെ സ്വാഗത സംഘം ജനറൽ കൺവീനർ VP റഫീഖ് സാഹിബ്, അദ്ദേഹത്തിന് ആദ്യമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ ഈ സമ്മേളനത്തിൽ അധ്യക്ഷം വഹിച്ച പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ സംസ്ഥാന സെക്രട്ടറി KH നാസർ സാഹിബ്, അതുപോലെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ദേശീയ ജനറൽ സെക്രട്ടറി M മുഹമ്മദ് അലി ജിന്ന സാഹിബ്, അതുപോലെ ഇവിടെ പ്രസംഗം നടത്തിയിട്ടുള്ള SDPIയുടെ ദേശീയ സമിതി അംഗം മൊയ്തീൻകുട്ടി ഫൈസി, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ദേശീയ സമിതി അംഗം കരമന അഷ്റഫ് മൗലവി, അതുപോലെ സമ്മേളന പ്രഖ്യാപനം നടത്തിയിട്ടുള്ള പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് K മുഹമ്മദ് അലി സാഹിബ്, ആശംസാ പ്രസംഗം നടത്തിയിട്ടുള്ള ആൾ ഇന്ത്യ ഇമാംസ് കൗൺസിൽ സംസ്ഥാന പ്രസിഡന്റ് മുഹമ്മദ് ഈസ മൗലവി ഫാദിൽ മമ്പായി, സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ SDPIയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് തുളസീധരൻ പള്ളിക്കൽ, നാഷണൽ വിമൻസ് ഫ്രണ്ടിന്റെ സംസ്ഥാന പ്രസിഡന്റ് PK റംല, ക്യാമ്പസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ സംസ്ഥാന പ്രസിഡന്റ് CA റൌഫ്, ഇവർക്കൊക്കെ നന്ദി പ്രകാശിപ്പിക്കുകയാണ്. അതുപോലെ ഈ സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ഇന്ന് രാവിലെ 10 മണിക്ക് ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന പുതുപ്പള്ളി തെരുവിൽ നിന്നും പ്രയാണം ആരംഭിച്ച പതാക ജാഥ അത് ഉദ്ഘാടനം ചെയ്ത സംസ്ഥാന സെക്രട്ടറി നൌഷാദ് സാഹിബ്, ഈ സമ്മേളന നഗരിയിൽ രാവിലെ 10 മണിക്ക് പതാക ഉയർത്തി സമ്മേളനത്തിന് തുടക്കം കുറിച്ച പതാക ഉയർത്തിയ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ സംസ്ഥാന ട്രഷറർ CP മുഹമ്മദ് ബഷീർ സാഹിബ്, അതുപോലെ സ്റ്റേജിൽ ഉപവിഷ്ടരായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ദേശീയ സംസ്ഥാന നേതൃത്വങ്ങൾ, അതുപോലെ ഈ സമ്മേളനത്തിന് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് എത്തിച്ചേർന്ന വിവിധ മത, രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന നേതാക്കൾ, അതിനേക്കാൾ ഉപരി ഈ സമ്മേളനത്തെ വിജയിപ്പിച്ച കോട്ടയുടെ കൽഭിത്തികളെ പോലും നാണിപ്പിക്കും വിധത്തിൽ ഈ മൈതാനിയെ ജനസാഗരം കൊണ്ട് കുത്തി നിറച്ച ഈ മൈതാനിയിൽ ഒരുമിച്ച് കൂടിയ മുഴുവൻ പോപ്പുലർ ഫ്രണ്ടിന്റെ കുടുംബാംഗങ്ങൾക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ അച്ചടക്കം കൊണ്ടും കരുത്തുകൊണ്ടും ഈ സമ്മേളനത്തിന്റെ മുന്നോടിയായി നടത്തിയുള്ള ബഹുജന റാലി, ആ റാലിക്ക് മാറ്റുകൂട്ടിയ പോപ്പുലർ ഫ്രണ്ടിന്റെ കർമ്മധീരരായിരിക്കുന്ന കേഡറ്റുകൾ, അവർക്കും ഞാൻ നന്ദി പ്രകാശിപ്പിക്കുകയാണ്. അതുപോലെ ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത മുഴുവൻ പുരുഷന്മാരോടൊപ്പം ഒട്ടും ഞങ്ങൾ പിറകിലല്ല, ഈ ദൗത്യത്തിന്റെ കൂടെ ഞങ്ങളും നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ തയ്യാറായ നമ്മുടെ ഉമ്മമാരും സഹോദരിമാരും പിഞ്ചുമക്കളും, അവർക്കും ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ ഈ സമ്മേളനത്തെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി ദിവസങ്ങളോളം കഠിനാധ്വാനം ചെയ്ത്, പ്രത്യേകിച്ച് ഇവിടുത്തെ അലങ്കാരങ്ങളും മറ്റും ഏർപ്പെടുത്തുന്നതിന് വേണ്ടി ഉറക്കവും ഊണും ഒഴിവാക്കി പ്രവർത്തിച്ച പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകർ, ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് നമുക്ക് ആവേശം നൽകിയ സമ്മേളനത്തിന്റെ തുടക്കത്തിലെ ബാൻഡ് ഡെമോ നടത്തിയ ആ സഹോദരങ്ങൾക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ ഈ പ്രോഗ്രാമിനോട്
പ്രോഗ്രാം ഞങ്ങൾ നടത്താൻ ഉദ്ദേശിച്ചപ്പോൾ ആദ്യമായി ഇവിടുത്തെ പോലീസ് മേധാവികളോടാണ് അതുമായിട്ട് ഞങ്ങൾ ഇതിന്റെ അനുമതിയുമായി സംസാരിച്ചത്. ഇവിടുത്തെ ജില്ലാ പോലീസ് സൂപ്രണ്ട്, ഡിവൈഎസ്പി പോലത്തെ പോലീസ് മേധാവികൾ അവർ ഈ പ്രോഗ്രാം നടത്തുന്നതിന് വേണ്ടി എല്ലാ നിലക്കും സഹകരിക്കുകയും അവരുടെ കീഴിലുള്ള മുഴുവൻ പോലീസുകാരെയും ഇവിടുത്തെ റൂട്ടുകൾ ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയും സുഖകരമായി ഈ റാലിയും പൊതുസമ്മേളനമൊക്കെ നടത്തുന്നതിന് വേണ്ടി സഹകരിച്ച പോലീസ് ഉദ്യോഗസ്ഥർ അവർക്കും ഞാൻ ഹൃദ്യമായി ഈ സംഘാടക സമിതിക്ക് വേണ്ടി ഭാരവാഹി എന്ന നിലയ്ക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ നമ്മുടെ ഈ സമ്മേളനം വീക്ഷിക്കുന്നതിനും അതോടൊപ്പം ഈ പാലക്കാട് ജില്ലക്ക് പുറത്തുള്ള ലോകത്തിന്റെ വിവിധ മേഖലകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പത്ര ദൃശ്യ മാധ്യമ പ്രവർത്തകര്, അതുപോലെ ഈ നല്ല വേദി ഈ നഗരി അലങ്കരിക്കുന്നതിന് വേണ്ടി ലൈറ്റ് ആൻഡ് സൗണ്ട് കൊണ്ട് ഇവിടെ അലങ്കരിച്ചിട്ടുള്ള അതിന്റെ ആളുകള്, അതുപോലെ മറ്റു പല നിലക്കും സാമ്പത്തികമായും മറ്റു പല നിലക്കും ഇതിനോട് സഹകരിച്ചിട്ടുള്ള ധാരാളം ആളുകളുണ്ട്. അതുപോലെ ഇവിടെ പങ്കെടുത്ത എല്ലാ ആളുകൾക്കും ഈ സംഘാടക സമിതിക്ക് വേണ്ടി, സംഘടനയ്ക്ക് വേണ്ടി ഞാൻ എൻ്റെ ഹൃദ്യമായിരിക്കുന്ന ഭാഷയിൽ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ സമ്മേളനം അവസാനിപ്പിച്ചതായി അറിയിക്കുന്നു. ഇതിനുശേഷം മൗനം അപകടം എന്ന നാടകം ഈ വേദിയിൽ അരങ്ങേറുന്നുണ്ട്. ഈ നാടകം കഴിഞ്ഞ 11-ാം തീയതി മുതൽ ഈ കഴിഞ്ഞ ദിവസം വരെ 16-ന്റെ വൈകുന്നേരം വരെ പാലക്കാട് ജില്ലയില് വിവിധ ഗ്രാമങ്ങളിൽ നാടകം കളിക്കുകയും അതിലൂടെ ജനങ്ങൾക്ക് എത്തിക്കേണ്ട മെസ്സേജ് ഈ പാലക്കാടിന്റെ കൊടും ചൂടിലും ചൂടിനെ വകവെക്കാതെ അതിന് തയ്യാറായിട്ടുള്ള ഏതാനും ചെറിയ കുട്ടികൾ അല്ലെങ്കിൽ പ്രവർത്തകർ, അവരെ പ്രത്യേകം ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം അവരുടെ നാടകം വീക്ഷിക്കുന്നതിന് വേണ്ടി നിങ്ങളെ ക്ഷണിക്കുകയും ചെയ്യുന്നു. വാഹിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.